നമ്മുടെ ഗുരു ആരാ ഹിന്ദുസ്ഥാനിയിൽ? എൻ്റെ ടീച്ചർ ഉസ്താദ് ഖാലിദ് അൻവർ ജാൻ. അദ്ദേഹം പാകിസ്ഥാനിയാണ്, ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നത്, മസ്കറ്റിൽ വെച്ച്. എനിക്ക് തോന്നുന്നൊരു 5-6 വർഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു. അതിനുശേഷം നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. അദ്ദേഹം തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാനും പിന്നെ വല്ലപ്പോഴും അദ്ദേഹം ഫോൺ ചെയ്ത് ചോദിക്കും എന്താ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ അദ്ദേഹം അന്ന് പഠിപ്പിച്ച് തന്ന കാര്യങ്ങളൊക്കെ അത് തന്നെ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഹിന്ദുസ്ഥാനി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ബോംബെ, ഡൽഹി ഇവിടെയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഫൈനലി ബോംബെയിൽ ഇപ്പോൾ ഞാൻ പാട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്, ഹിന്ദുസ്ഥാനി സംഗീതം. പണ്ഡിറ്റ് രമേശ് ജൂലെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ വിവരം പാട്ട് ഞാനിവിടെ പഠിച്ച് തുടങ്ങിയെന്ന് അദ്ദേഹത്തിനെ അറിയിച്ച് എനിക്ക് തോന്നുന്നു അത് വളരെ സന്തോഷമായി. ഗുരുജിയുടെ അടുത്തും സംസാരിച്ചു. ഞാനൊരു 2 വീക്സിന് ശേഷം അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വാർത്ത എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ലൈക്ക് ഹി വാസ് ലൈക്ക് ഹാപ്പി. ഹി സെഡ് എൻ്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും കുട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ലൈക്ക് ആ ബ്ലെസ്സിങ്സ് ഒക്കെ എപ്പോഴും എനിക്ക് വി കുഡ് ഫീൽ അല്ലേ, ശരിക്കും ആ ഒരു ബ്ലെസ്സിങ് എപ്പോഴും മഞ്ജരിയിലൂടെ ഉണ്ട്. മ്യൂസിക് ഡയറക്ഷൻ ഞാൻ ലാസ്റ്റ് ഇയർ ചെയ്തു, ഒരു വർക്ക് ചെയ്തു. അനുരാഗം എന്ന് പറഞ്ഞ ഒരു സോങ് മ്യൂസിക് വീഡിയോ വന്നു അത്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ചെയ്തു. ഇപ്പോൾ 2-3 സോങ്സ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സിംഗിളായിട്ട് ഇറക്കാനുള്ള നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് ലൈഫിൽ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ആ ലൈഫിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ള നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വിത്ത് ദ ഫ്രീഡം. ഇത്രയും അധികം ഹാപ്പിനെസ് ഈ ലൈഫിലുണ്ട്. ദൈവം ഒരു ലൈഫ് നമുക്ക് തന്നു. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെൻ ഹി ആസ്ക്സ് യു ലേറ്റർ നമ്മൾ റിഗ്രറ്റ് പാടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ അത് എല്ലാവരും, ലേഡീസ് എല്ലാവരും എസ്പെഷ്യലി യു ഷുഡ് ഡു. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കരുത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ യു ഷുഡ് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ ആസ്പിറേഷൻസ് ആൻഡ് യുവർ റൈറ്റ്സ് ആൻഡ് എവറിത്തിങ്. യു ഷുഡ് ലീവ് എ സിഗ്നേച്ചർ ബാക്ക്. അതെ അതെ. മാത്രമല്ല ഒരു ആൽബത്തിൽ പാടി അഭിനയിക്കുകയും കൂടി ചെയ്തിട്ടില്ലേ? അതായിരുന്നു അനുരാഗം. അതിൽ തന്നെ അതാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തത്. അപ്പം അത് ചുമ്മാ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തു. ഹിന്ദി ആൽബം ചെയ്തില്ലേ മോളെ? ഹിന്ദി ആൽബം. അതിനകത്ത് പല ഗെറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ? ഡിഫറെന്റ്. അതൊരു കംപ്ലീറ്റ് ഗ്ലാം അവതാറിന് ക്രെസൻഡോ മ്യൂസിക് അത് റിലീസ് ചെയ്തത്. അതില് മ്യൂസിക്കും ലിറിക്സ് ഒക്കെ വേറെ, എന്റെ മ്യൂസിക് അല്ലായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് തോട്ട് ഐ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു പടം. ഒന്ന് പാടി മോളെ. कांटे जैसी चुभती है हाय काली काली रतिया रे पीर सही न जाए अभी जाना सैया रे जालिम रतिया रे बड़ी जालिम रतिया रे लाज से जी घबराए कासे कहूँ ऐसे बतिया रे. അതെ, ഈ മ്യൂസിക് ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പുതിയ പിള്ളേർക്ക് ചാൻസ് കൊടുക്കോ? പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക്? എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി ചാൻസ് കൊടുക്കും. ബിക്കോസ് ഈ പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു വെളിനാട്ടിൽ മിക്ക രാജ്യങ്ങളിലും സിംഗേഴ്സ് ദേ ക്രിയേറ്റ് ദെയർ ഓൺ സോങ്സ്. അവർ തന്നെ പാടുന്നു, ലിറിക്സ് ഓൾസോ ചിലപ്പോൾ അവർ തന്നെ എഴുതണം. സോ ആ ഒരു സമ്പ്രദായം നമുക്ക് ഇന്ത്യയിൽ അധികം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എവരിബഡി ഷുഡ് ട്രൈ ദാറ്റ് ഔട്ട്. കാരണം ഇന്നിപ്പം ടു റിലൈ ഓൺ ഒരു പെർട്ടിക്കുലർ മൂവി ഇൻഡസ്ട്രി റിലൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം എല്ലാവർക്കും പാടാൻ ആഗ്രഹമുണ്ട്. സോ ഇഫ് യു കം ഔട്ട് വിത്ത് യുവർ ഓൺ മ്യൂസിക് സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കും പ്രസൻറ്റ് ചെയ്യാം നമ്മുടെ മ്യൂസിക്. ഒബ്വിയസ്ലി എനിക്കിപ്പം ഒരുപാട് ഇഷ്ടമുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് സോ മെനി സോങ്സ് ചെയ്യാണെങ്കിൽ ഷോർലി ഐ വുഡ് ലൈക്ക് ടു ഇൻക്ലൂഡ് ലോട്ട് ഓഫ് സിംഗേഴ്സ്. അതാ ഓക്കെ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് മോളെ. എനിക്ക് ഒരു സ്റ്റേജിലൊക്കെ ഒത്തിരി ഗസൽസ് പാടിയിട്ടുണ്ടല്ലോ, ഒത്തിരി. അപ്പം ഒരുപാട് സ്ഥലത്ത് പോയിട്ട് എബ്രോഡ് ഒക്കെ ഒത്തിരി പോയിട്ടില്ലേ? അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാടിയ ഒരു ഗസൽ പാട്ട് ഏതാ? ഗസൽ, ഈ ഒരു ഗസൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി അതിൻ്റെ ആശയം തന്നെയായിരിക്കും. മൈ ഹോഷ് മേ ഥാ, ഞാൻ ബോധത്തിലായിരുന്നു, എന്നാലും ഞാൻ എൻ്റെ ബോധാവസ്ഥയിലായിരുന്നല്ലോ. പിന്നെ ഞാൻ എങ്ങനെ ഈ വ്യക്തിയെ പ്രണയിച്ചു. ഇതൊരു പോയിസൺ പോലെ എൻ്റെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ഇതൊരു പോയിസൺ പോലെയാണല്ലോ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നത്. ഞാൻ ഒരു വിഷം കുടിച്ച പോലെ ആയല്ലോ എന്നുള്ളത്. അത് വളരെ ഇൻറ്റൻസ് പോയിട്രിയാണ്. അത് നല്ല ആഴത്തിലുള്ള വിഷമം
ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗസൽ. मैं होश में था तो फिर उस पे मर गया कैसे, मैं होश में था तो फिर उस पे मर गया कैसे, ये जहर मेरे लहू में उतर गया कैसे, ये जहर मेरे लहू में उतर गया कैसे, मैं होश में था तो फिर उस पे मर गया कैसे, मैं होश में था. അസലറിയുന്നു. Thank you. എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ. ശരിക്കും ഐ എൻജോയ്ഡ് ലൈക്ക് എനിത്തിങ്. മാത്രമല്ല മഞ്ചേരി വന്നിട്ട് നമുക്ക് ഓണത്തിന് ഒരു സിഗ്നേച്ചറും കൂടെ സ്റ്റാർട്ട് ചെയ്ത് വിട്ടേക്കുക തന്നേക്കുക. ഐ എം സോ ഹാപ്പി. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ മഞ്ചേരി അടുത്ത് വർത്താനം പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ ഞാൻ പാട്ടാക്കട്ടെ. അത് എന്നാ പറയുന്നത്, ഈ ചിക്കൻ എനിക്ക് ഇഷ്ടമാവുന്ന പോലെ ഞാൻ മാക്സിമം എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാടാനൊന്നും അറിയാൻ മേല, ബട്ട് സ്റ്റിൽ ഭയങ്കര മെലഡിയസ് സോങ്സും ഗസൽസും ഒക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ താങ്ക്ഫുൾ ടു യു. ഐ എം ഓൾസോ വെരി 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 താങ്ക്ഫുൾ ടു യു. കാരണം ആനി ചേച്ചി നമ്മൾ വെള്ളിത്തിരയിൽ കാണുന്നു, അതിനുശേഷം എനിക്കൊന്ന് നമ്മൾ 2-3 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നത് ഇല്ല, അതിപ്പോൾ ആദ്യമായിട്ടാണ്. അതും ചിക്കനോട് എനിക്ക് ഏറ്റവും വലിയ ഒരു, ഞാൻ കൃതാർത്ഥയായിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതും ഇങ്ങനെ ഒരു കിച്ചൺ, ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഫസ്റ്റ് സോങ് ഞാൻ താമരക്കുരുവി പാടുമ്പോൾ ആ സോങ്ങിൻ്റെ ഒരു അന്തരീക്ഷം മുഴുവൻ എല്ലാവരും ഇരുന്ന് പച്ചക്കറി വെട്ടുന്നു, അവിടെ ചിക്കൻ ഉണ്ടാക്കുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പോൾ അതിലാണ് ഫസ്റ്റ് ആ സോങ് വരുന്നത്. സോ ഐ റിയലി, എനിക്ക് അതൊക്കെ ആ മെമ്മറീസ് ഒക്കെ വരുന്നു. And I'm so happy that I'm here with you in this program, and I wish you all the very best. Thank you very much for the future. Thank you.